നമസ്കാരം, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അനാമികയ്ക്ക് മേടിച്ചു എന്ന് പറയുന്ന പ്ലോട്ട് പോയി നോക്കി തിരിച്ചു കയറുന്ന അമ്മയും നയനയും യാത്ര പറഞ്ഞ് പോകാൻ നേരത്ത് പറയുന്നു, മോളെ ഓഫീസിൽ ഇറക്കാം എന്ന് പറയുന്നു. അപ്പോൾ അനാമിക പറയുന്നു, ഞാനൊന്ന് അച്ഛനും അമ്മയുടെയും കൂടെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നു, ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരുടെ വണ്ടിയിൽ കയറുമ്പോൾ നയന പറയുന്നു, എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അമ്മേ എന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നു, അത് ഉറപ്പല്ലേ എന്ന് പറയുന്നു. അപ്പോൾ നയന പറയുന്നു, അത് ഞാനും ചേട്ടനും കൂടെ പൊളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറുന്നു. അവർ പോയി കഴിയുമ്പോൾ അനാമിക അച്ഛനോട് പറയുന്നു, സംശയങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, സംശയങ്ങൾ ഇനിയും കൂടത്തേ ഉള്ളൂ, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അനന്തപുരി തറവാട്ടെന്ന് ലക്ഷ്യം വെച്ചതൊക്കെ നേടിയിട്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്ത് ചാടിക്കോ എന്ന് പറയുന്നു. അപ്പോൾ അനാമിക ഇങ്ങനെ ഒരു ആലോചനയിൽ നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്ന സീനിൽ ആദർശും നയനയും ആദർശിൻ്റെ സുഹൃത്തുമായി സംസാരിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ആ പ്രോപ്പർട്ടി എനിക്കറിയാം, അതിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഞാൻ നോക്കി വെച്ചിട്ടുള്ളതാണ് മേടിക്കാനായി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക എനിക്ക് എളുപ്പമാണ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഈ കാലത്ത് 1 കോടി അഡ്വാൻസ് കൊടുക്കുമോ എന്ന് പറയുന്നു. അപ്പോൾ നയന പറയുന്നു, അതാണ് അമ്മയ്ക്ക് ഡൗട്ട്, മാക്സിമം പോയാൽ 10 ലക്ഷമേ ഒരാൾ കൊടുക്കൂ. അപ്പോൾ ആ ആദർശിന് മറുപടിയായി ആദർശിൻ്റെ സുഹൃത്ത് പറയുന്നു, അല്ലെങ്കിൽ തന്നെ കള്ളത്തരം കണ്ടുപിടിച്ചല്ലോ, നന്ദു ആ മാലമോഷണ കേസ് പിടിച്ചതോടുകൂടി അവരെ കള്ളത്തരം പിടിച്ചല്ലോ. പിന്നെ ഈ കാലത്ത് ആ പ്രോപ്പർട്ടിക്ക് 1 കോടി കൊടുത്തെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കള്ളമാണ്. എന്നിട്ട് പറയുന്നു, എന്തായാലും നന്ദുവിനെ അവർ അടിമുടി വിഴുങ്ങി, വല്ലാത്ത കുരുക്കിൽ തന്നെ അവർ ചെന്ന് ചാടിയിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും, നയനയും ആദർശം, നിങ്ങൾ രണ്ടുപേരും കീരിയും പാമ്പും പോലെ അല്ലായിരുന്നു, പക്ഷേ നിങ്ങൾ രണ്ടുപേരും തെറ്റൊന്നും ചെയ്യുന്നില്ലായിരുന്നു, പക്ഷേ ഇതങ്ങനെയാണോ? അപ്പോൾ ആദർശ് പറയുന്നു, അനിയാണെങ്കിൽ അനാമികയെ ഡൈവോഴ്സ് ചെയ്തിട്ട് നന്ദുവിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നു. വീട്ടിലാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഈ ഒരു ഡൈവോഴ്സിൻ്റെ കാര്യത്തിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ആദർശിൻ്റെ സുഹൃത്ത് നയനോട് ചോദിക്കുന്നു, എന്താണ് നന്ദുവിൻ്റെ സ്റ്റാൻസ്, നന്ദുവിന് വേറെ ആലോചനകളൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നയന പറയുന്നു, നന്ദുവിന് ഒരുപാട് ആലോചനകൾ അച്ഛനും അമ്മയും കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ നന്ദുവിനൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ആദർശിൻ്റെ സുഹൃത്ത് പറയുന്നു, അത് ശരിയാ, നന്ദുവിന് അങ്ങനെ പെട്ടെന്ന് ആരെയും പിടിക്കില്ലല്ലോ. എന്നിട്ട് ആദർശിൻ്റെ സുഹൃത്ത് പറയുന്നു, ഞാൻ ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തായാലും ടെൻഷൻ വേണ്ട, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അത് കഴിയുമ്പോൾ ആദർശ് നയനോട് പറയുന്നു, എന്തായാലും ഒരു വല്ലാത്ത കുരുക്കിൽ തന്നെയാണ് നമ്മുടെ അനി പോയി പെട്ടത് എന്ന് പറയുന്നു. ആ പ്രോപ്പർട്ടി അന്യരുടേതാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ കുഴപ്പക്കാരാണ് അനാമികയും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ. അങ്ങനെയാണെങ്കിൽ എന്ത് വിശ്വസിച്ചാണ് അനിയെ അവരെ കൂടെ ജീവിക്കാൻ വിടുന്നത് എന്ന് പറയുന്നു. അപ്പം നയന പറയുന്നു, അതോർത്തിട്ട് എനിക്കും നല്ല ടെൻഷനുണ്ട്, അനി ഒരു പാവമാണ്, അനിക്കെന്തിനാ ദൈവം ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊടുത്തതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അതിനുശേഷം കാണിക്കുന്ന സീനിൽ വീട്ടിൽ അനി സിറ്റൗട്ടിലാകെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് വരുന്ന ആദർശിൻ്റെ അമ്മയെ കാണുമ്പോൾ അനി പതുക്കെ ഒളിക്കുന്നത് പോലെ അവിടെ നിന്ന് പോകാൻ പോകുമ്പോൾ അമ്മ ചോദിക്കുന്നു, നീ എന്തിനാടാ എന്നെ കാണുമ്പോൾ ഒളിക്കുന്നത്, നീ ഇന്നലെ വന്ന ഫോമിലാണെങ്കിൽ നല്ല ഫോമിലായിരുന്നല്ലോ ഇന്നലെ വന്നത്, അപ്പോൾ നിന്റെ കവാലം നോക്കി 2 എണ്ണം തരണമെന്ന് വിചാരിച്ചതാ, പക്ഷേ നിന്നെ അടിക്കാത്തത് ആ സമയത്ത് നിനക്ക് ഒട്ടും ബോധമില്ലായിരുന്നല്ലോ. അപ്പോൾ അനിയാകെ വിഷമിച്ച് പറയുന്നു, അമ്മായിക്ക് വേണമെങ്കിൽ എന്നെ തല്ലണമെങ്കിൽ ഇപ്പോൾ തല്ലിക്കോ, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ആദർശിൻ്റെ അമ്മ ചോദിക്കുന്നു, എടാ നീ എന്ന് മുതലാടാ ഇങ്ങനെ കുടിച്ചു തുടങ്ങിയത്, നിന്റെ അച്ഛനും ആദർശിൻ്റെ അച്ഛനും ഒന്നും ഇവിടെ ഇതുവരെയും കുടിച്ചിട്ട് വന്നിട്ടില്ല, അനാമികയുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ച അന്ന് മുതലാണ് ഞാനിങ്ങനെ കുടിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദർശിൻ്റെ അമ്മ എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ അനി തുടർന്ന് പറയുന്നു, അന്ന് ആ കല്യാണം തീരുമാനിച്ചത് മുതൽ ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ആകെ വിഷമത്തിലാണ് ഞാൻ എന്ന് പറയുന്നു. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയുന്നു, എടാ നീ ഇങ്ങനെ കുടിച്ചു നടന്ന എന്താവാനാ, നീ അവളെ സ്നേഹിക്കണം, അനാമികയെ നല്ലതുപോലെ സ്നേഹിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അനി പറയുന്നു, അമ്മ അവളെ സ്നേഹിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, അവൾക്കാണെങ്കിൽ ഒരു സമയത്ത് ഒരുപാട് ആണുങ്ങളുമായി ചുറ്റിക്കറങ്ങണം എന്ന് പറയുന്നു. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയുന്നു, നീ ചുമ്മാ അനാവശ്യമായിട്ട് ഓരോന്ന് പറയാതെ എന്ന് പറയുന്നു. അപ്പോൾ അനി പറയുന്നു, ഇല്ല, ആ ഫോട്ടോയൊക്കെ ഞാൻ ചേട്ടനെയും അമ്മയെയും ഒക്കെ കാണിച്ചതാണല്ലോ, എനിക്കവളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് അനി പറയുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും മദ്യപിച്ച് എന്ത് വിഷമം മാറ്റാനായാലും മദ്യപിച്ച് ഈ വീട്ടിൽ വരുന്നത് എനിക്കത്ര ഇഷ്ടമല്ല, ഈ വീട്ടിൽ ഇതുവരെയും ആരും അങ്ങനെ വന്നിട്ടില്ല, നിന്റെ അച്ഛനും ആദർശിൻ്റെ അച്ഛനും ആദർശ് പോലും ഇതുവരെയും അങ്ങനെ വന്നിട്ടില്ല, നീയാണ് അങ്ങനെ കുടിച്ചു വരുന്നത് എന്ന് പറയുന്നു. ആകെ കുടിച്ചു വരുന്നത് ആ അസുരൻ മാത്രമാണ്, ആ അബിയെപ്പോലെ നീ തരം താഴുന്നത് എനിക്കത്ര ഇഷ്ടമല്ല എന്ന് പറയുന്നു. അപ്പോൾ അനി പറയുന്നു, എനിക്ക് പുതിയ ശീലങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം അമ്മായി എന്ന് പറയുന്നു.
അപ്പോൾ ആദർശിന്റെ അമ്മ ചോദിക്കുന്നു, അപ്പോൾ എന്നിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ആരാണ് വരേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനി ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്നു. അപ്പോൾ അമ്മായി വീണ്ടും പറയുന്നു, എന്നിട്ട് നന്ദു ആണോ നിന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ അനി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ ആദർശിന്റെ അമ്മ തുറന്ന് പറയുന്നു, അവൾ എന്തായാലും ഒരിക്കലും നിന്നെ പോലെ ഒരു മനക്കെട്ട് ഇല്ലാത്തവനെ സ്നേഹിക്കില്ല, കല്യാണം കഴിക്കുകയുമില്ല എന്ന് പറയുന്നു. അപ്പോൾ അനി പറയുന്നു, എനിക്കിനി അങ്ങനെ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കിനി കല്യാണം കഴിച്ചില്ലെങ്കിലും ഭാര്യ ഇല്ലാതെ ജീവിച്ചാലും കുഴപ്പമില്ല, എന്തായാലും അവളുമായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അനി അകത്തേക്ക് നടന്നു പോകുന്നു. അതിനുശേഷം കാണിക്കുന്ന സീനിൽ അനി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന 2 പോലീസുകാർ അനിയോട് സംസാരിക്കുന്നു. മോനെ, നീ വന്നാൽ അകത്തേക്ക് കടത്തിവിടരുത് എന്നാണ് മാഡം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനി പറയുന്നു, എങ്കിൽ നിങ്ങൾ എന്നെ തടഞ്ഞോളൂ, അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് അകത്തിട്ടുള്ളൂ, ഞാൻ അകത്ത് കിടന്നോളാം എന്ന് പറയുന്നു. അപ്പോൾ പോലീസുകാരൻ പറയുന്നു, മോനെ, നീ ഞങ്ങളെ വിഷമത്തിലാക്കല്ലേ, ഇതുവരെയും ഇങ്ങനെ ഒരു SI ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല. ആണായിട്ടും പെണ്ണായിട്ടും ഒരുപാട് പേർ ഈ സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ധൈര്യവും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു SIയെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അനി പറയുന്നു, അങ്ങനെ തന്നെയല്ലേ വേണ്ടത് എന്ന് പറയുന്നു. ദേഷ്യമുണ്ടെങ്കിൽ തന്നെ അത് ഉള്ളിൽ വെക്കില്ല, പുറത്ത് കാണിക്കും. അപ്പോൾ അനി പറയുന്നു, അങ്ങനെയല്ലേ പോലീസുകാർ വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നു, മോനെ, ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന എല്ലാ SIമാർക്കും അത് ദോഷം ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അനി പറയുന്നു, എന്നാ കേട്ടോ, നന്ദു മേഡത്തിന്റെ ഈ സ്വഭാവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതാണ് ഞാൻ നിങ്ങളുടെ നന്ദു മേഡത്തിന്റെ ആരാധകനായി മാറിയത് എന്ന് പറയുന്നു. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നു, എങ്കിൽ സാറിന് തന്നെ നന്ദു മേഡത്തിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനി പറയുന്നു, അതൊക്കെ അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുന്നു. പോലീസുകാരൻ പറയുന്നു, എന്തായാലും മാഡത്തിന്റെ ഉള്ളിൽ മോനൊരു സ്ഥാനമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അനി പെട്ടെന്ന് സന്തോഷത്തോടെ, അങ്ങനെ മാഡം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പോലീസുകാരൻ പറയുന്നു, ഇല്ല, അങ്ങനെ ഒരു സൂചന എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് അനി അകത്തേക്ക് പോകുമ്പോൾ പോലീസുകാരൻ പറയുന്നു, മോനെ അവിടെ നിൽക്കും, മോനെ പോവല്ലേ എന്ന് പറയുന്നു. അപ്പോൾ അനി പറയുന്നു, സാറൊന്നും മിണ്ടായിരിക്കും സാറേ, സാറിന് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് പോയി ചെയ്യ് എന്ന് പറയുന്നു. ഞാൻ മാഡത്തിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നു. അനി SI ആയ നന്ദുവിന്റെ ക്യാബിനിലേക്ക് എത്തിച്ചേരുന്നു. ക്യാബിനിൽ ചെല്ലുമ്പോൾ നന്ദു ചോദിക്കുന്നു, എന്തിനാ നീ ഇങ്ങോട്ട് കയറി വന്ന്, നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനി പറയുന്നു, എന്നെ ആരും കടത്തിവിട്ടതല്ല, ഞാൻ ഇടിച്ചു കയറി വന്നതാണ്. SIമാർ ഉൾപ്പെടെയുള്ളവർ എന്നെ തടഞ്ഞു, എന്നിട്ടും ഞാൻ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നതാണ്. അതായത് SIയുടെ റൂമിലേക്ക് അതിക്രമിച്ച് കയറി എന്നർത്ഥം എന്ന് അനി പറയുന്നു. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് നന്ദു ചോദിക്കുന്നു. അപ്പോൾ അനി പറയുന്നു, നന്ദി പറയാനും ശാസിക്കാനും വേണ്ടിയാ വന്നതെന്ന് പറയുന്നു. വല്യമ്മ അനാമികയ്ക്ക് കൊടുത്ത മാല മോഷണം പോയി, അത് ആരാണ് കൊണ്ടുപോയതെന്ന് നീ കണ്ടുപിടിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് വെറുതെ വിട്ടത്, അതെന്തിനാ വെറുതെ വിട്ടതെന്ന് ചോദിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അനി പറയുന്നു. അപ്പോൾ നന്ദു പറയുന്നു, പരാതി തന്നവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് വെറുതെ വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അനി പറയുന്നു, അങ്ങനെ ചെയ്തത് മോശമായി പോയി എന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അനി പറയുന്നു. അനാമികയും അവളുടെ വീട്ടുകാരുടെയും സ്വഭാവം ഇപ്പോൾ നിനക്ക് നല്ലതുപോലെ അറിയാം, അവരെ പുറത്താക്കാനുള്ള ഒരു അവസരമാണ് നീ പാഴാക്കിയത് എന്ന് പറയുന്നു. അപ്പോൾ നന്ദു പറയുന്നു, ഇത് നീ നിന്റെ ഏട്ടൻ്റെ അടുത്ത് പോയി പറയ് എന്ന് പറയുന്നു. അപ്പോൾ നന്ദു ചോദിക്കുന്നു, അനാമികയുടെയും അവരുടെ വീട്ടുകാരുടെയും സ്വഭാവം ഇപ്പം നിനക്ക് നല്ലതുപോലെ അറിയാം, ഇങ്ങനെ ഒരാളിനെ ഞാൻ എന്തിനാ ചുമക്കുന്നത് എന്ന് പറയുന്നു. അവരെ പുറത്താക്കാനുള്ള ഒരു അവസരമാണ് നീ കളഞ്ഞത് എന്ന് പറയുന്നു. അതൊക്കെ നിങ്ങളെ കുടുംബ പ്രശ്നമാണ്, അതിലെന്തിനാ ഞാൻ ഇടപെടുന്നത് എന്ന് നന്ദു ചോദിക്കുന്നു. അപ്പോൾ അനി പറയുന്നു, ഓ അങ്ങനെയാണല്ലേ നന്ദു, അനാമികം പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതാരാ, നീയാണ് എന്ന് പറയുന്നു. അപ്പോൾ നന്ദു ചോദിക്കുന്നു, അതൊക്കെ ആരാ തീരുമാനമെടുത്തതെന്ന് നന്ദു ചോദിക്കുന്നു. അപ്പോൾ അനി പറയുന്നു, ഇനി ആരാ തീരുമാനിക്കേണ്ടത് എന്ന് അനി ചോദിക്കുന്നു. അപ്പോൾ നന്ദു പറയുന്നു, ആര് തീരുമാനിക്കണം, എൻ്റെ അനുവാദം വേണം, ആര് തീരുമാനിക്കണമെങ്കിലും എൻ്റെ അനുവാദമില്ലാതെ നിനക്ക് അങ്ങനെയൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്ന് നന്ദു പറയുന്നു. അപ്പോൾ അനി പറയുന്നു, അങ്ങനെയാണെങ്കിൽ നീ അനുവാദം തരണം എന്ന് പറയുന്നു. നന്ദു പറയുന്നു, ഈ സ്റ്റേഷനിലുള്ളവർക്കൊക്കെ എന്നെ ഒരു പേടിയാ, അത് ഇല്ലാതാക്കുന്നത് നീയാ. നിന്റെ മുമ്പിലാണ് ഞാനിങ്ങനെ ചൂളി നിൽക്കുന്നത്, നിന്റെ മുമ്പിൽ ഇങ്ങനെ ഞാൻ ചൂളി നിൽക്കുന്നത് എൻ്റെ സബോർഡിനേറ്റ്സ് കണ്ട മോശമാണ്, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്, നീ ഒന്ന് പോയേ എന്ന് നന്ദു പറയുന്നു. ഞാനിങ്ങനെ വന്ന് ശല്യം ചെയ്തില്ല, നീ ഇടയ്ക്ക് പുറത്തു നിന്ന് കാണാനും ഇടയ്ക്ക് എൻ്റെ ഫോൺ എടുത്താലും മതി എന്ന് നന്ദു ആനി വെച്ച് പറയുന്നു. അപ്പോൾ നന്ദു പറയുന്നു, നിന്നെ കാണരുതെന്നും വിളിക്കരുതെന്നും സംസാരിക്കരുതെന്നും പറഞ്ഞത് നമ്മുടെ വീട്ടുകാരാണ്, അതെനിക്ക് അനുസരിച്ചേ പറ്റൂ എന്ന് പറയുന്നു. അപ്പോൾ ആനി പറയുന്നു, ഇതാ കുഴപ്പം, മറ്റുള്ളവർക്ക് നമ്മുടെ വീട്ടുകാർക്കും വേണ്ടിയാണ് നീ എന്നെ ഒഴിവാക്കുന്നത് എന്ന് ആനി പറയുന്നു. അപ്പോൾ നന്ദു പറയുന്നു, അവർക്ക് വേണ്ടി മാത്രമല്ല എനിക്കും കൂടെ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്ന് ഈ പോലീസ് യൂണിഫോം എൻ്റെ ദേഹത്ത് കയറിയോ അന്നു മുതൽ വിവാഹത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല എന്ന് പറയുന്നു. അപ്പോൾ ആനി ചോദിക്കുന്നു, ഈ യൂണിഫോം ഇല്ലാതായാൽ നിനക്ക്
അങ്ങനെ ചിന്തിച്ചൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്നിട്ട് അനി പറയുന്നു, നമുക്ക് ജോലിയില്ലാതെയും ജീവിക്കാനുള്ള നിനക്ക് ചുറ്റുപാടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എനിക്കങ്ങനെ മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കേണ്ട, എനിക്ക് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് ആഗ്രഹം എന്ന് നന്ദു പറയുന്നു. അപ്പോൾ അനി പറയുന്നു, അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാം എന്നല്ലേ പറഞ്ഞത്, നിനക്ക് നമ്മളുടെ ജ്വല്ലറിയിൽ ഒരു ജോലി തരാം, നല്ലൊരു ജോലി തരാം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് മറ്റുള്ളവരുടെ അനുവാദം കൊണ്ടുള്ള ജോലിയൊന്നും വേണ്ട, ഞാൻ കഷ്ടപ്പെട്ട് നേടിയ ഈ ജോലിയുണ്ട്, അത് ചെയ്ത് ഞാൻ അന്തസ്സായിട്ട് ജീവിച്ചോളാം എന്ന് നന്ദു പറയുന്നു. ഈ ജോലി തന്നെ നിനക്ക് നഷ്ടപ്പെട്ടേനെ, അന്ന് ആ ട്രെയിനറെ മാറ്റിയില്ലായിരുന്നെങ്കിൽ, ട്രെയിനറെ മാറ്റി പുതിയ ട്രെയിനറെ വെച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് ജോലി നഷ്ടപ്പെടില്ലായിരുന്നോ എന്ന് അനി പറയുന്നു. ആ ട്രെയിനറിനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് അനാമികയും അവളുടെ ഫാദറുമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനി തിരിച്ചു ചോദിക്കുന്നു, അതാ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞേ, അങ്ങനെയുള്ള ഒരു ഫാമിലിയുമായിട്ട് ഞാൻ എങ്ങനെയാ ഒരുമിച്ച് ജീവിക്കുന്നത് എന്ന് പറയുന്നു. നീ എൻ്റെ ജീവിതത്തിൽ വരുന്നത് വരെ എൻ്റെ ശല്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നീ എന്നെ ജീവിതകാലം മുഴുവൻ ജയിലിൽ പിടിച്ചിടണം, അല്ലെങ്കിൽ നീ എന്നെ അങ്ങ് കൊല്ലണം. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ നിനക്കെൻ്റെ ശല്യം ഉണ്ടാവും എന്ന് അനി പറഞ്ഞിട്ട് അനി വിഷമത്തോടെ പുറത്തേക്ക് പോകുന്നു. അനി പോയി കഴിയുമ്പോൾ നന്ദു ഇങ്ങനെ ആ ഒരു ആലോചനയിലിരിക്കുന്നു. എന്നിട്ട് മനസ്സിൽ പറയുന്നു, ഇത്രയേറെ അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നിട്ടും ഒരു സമയത്ത് കുറച്ച് റിസ്ക് എടുത്തിട്ട് നമുക്ക് ഒരുമിക്കാൻ പറ്റിയില്ലല്ലോ. ഇനിയിപ്പോൾ ഒരുമിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കേണ്ടി വരും, അതിനും പറ്റില്ല എന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്ന സീനിൽ ഓഫീസിൽ ഫോൺ ചെയ്തിരിക്കുന്ന ആദർശ് അവിടേക്ക് വരുന്ന നയന ആദർശിനോട് പറയുന്നു, അവൻ്റെ പോക്കത്ര ശരിയല്ല, ആ അനിയുടെ അവൻ ഇന്നും ജ്വല്ലറിയിൽ പോകാതെ നന്ദുവിൻ്റെ പുറകെ കറങ്ങി നടക്കുകയാണ്. മാല മോഷ്ടിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് വെറുതെ വിട്ടത് മോശമായി പോയി എന്ന് പറയാനായിട്ട് അവൻ നന്ദുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു എന്ന് പറയുന്നു. ആദർശ് പറയുന്നു, കോടതിയും കേസും ഒക്കെ ആക്കിയിട്ട് ഇത് മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ അറിയിക്കണമെന്ന് അനി ആഗ്രഹിക്കുന്നു, എന്നിട്ട് അനാമികയെ അവൻ്റെ തലയിൽ നിന്ന് മാറ്റണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ അവരെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് ആദർശ് പറയുന്നു. അനി ഇനി എന്തൊക്കെ ചെയ്താലും ചിന്തിച്ചാലും അനാമിക അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും നന്ദു ഒരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല, അവൻ ആഗ്രഹിക്കുന്നത് നടക്കുകയുമില്ല. കാരണം ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയും നന്ദുവിനെ അനന്തപുരി തറവാട്ടിലേക്ക് അയക്കില്ല എന്ന് പറയുന്നു. ആദർശ് എന്ത് പറയണമെന്നറിയാതെ ആലോചിച്ച് നിൽക്കുന്നു. അപ്പോൾ നയന പറയുന്നു, ആദർശേട്ടാ, ഞാൻ പോയി മോളെ വിളിക്കാനുള്ള സമയമായി, ഞാൻ പോയി മോളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ആദർശ് ചെയറിലേക്ക് ചെന്നിരുന്നിട്ട് ആദർശ് അനിയെ വിളിക്കാനായി ഫോൺ എടുക്കുന്നു. എന്നിട്ട് ഡയൽ ചെയ്ത് അനിയെ വിളിക്കുന്നു. അനി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ആദർശ് സ്വയം പറയുന്നു, അവൻ എന്തായാലും ഇനി ഫോൺ എടുക്കില്ല, അവനറിയാം അവൻ പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും, അത് ചോദിക്കാനായിരിക്കും വിളിക്കുന്നത് എന്ന് ആദർശ് പറയുന്നു. അതിനുശേഷം കാണിക്കുന്ന സീനിൽ നയന പുറത്തുനിന്ന് മോളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നതാണ് കാറിൽ. തൊട്ടു പിന്നിലത്തെ കാറിൽ നവ്യയും അബിയും വന്നിരിക്കുന്നു. കാറിലിരുന്ന് നവ്യ പറയുന്നു, ഓ അമ്മ കൊച്ചിനെയും വിളിച്ചോണ്ട് വന്നു എന്ന് കളിയാക്കി പറയുന്നു. എന്നിട്ട് നവ്യ പറയുന്നു, ഓ ഇതൊക്കെ കാണാതിരിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നയന പെട്ടെന്ന് കൊച്ചിനെ എടുക്കുന്നു. കൊച്ചിനെ എടുത്തിട്ട് ആ മോനെ എവിടെ പോരുന്നെന്നൊക്കെ ചോദിക്കുന്നു കൊച്ചിനെടുത്ത് തമാശ പോലെ. അപ്പോൾ ഇളയ കുട്ടി പറയുന്നു, എനിക്കും കാണണം വാവേ എന്ന് പറയുന്നു. അപ്പോൾ വാവയെ കാണിക്കാനായിട്ട് പോകുമ്പോൾ നവ്യ പറയുന്നു, ആ കൊച്ചിനെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ തിരിച്ചു മേടിക്കുന്നു എന്ന് പറയുന്നു. നീ വീട്ടിൽ പോയി നിന്നത് ആദർശേട്ടനെ വെള്ള പൂശാനല്ലേ എന്ന് പറയുന്നു. അതിൻ്റെ ഒരു മാറ്റം വീട്ടിൽ കാണുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നയന പറയുന്നു, ഇതിനൊന്നും നേർക്ക് നേരെ നിന്ന് മറുപടി പറയാൻ എനിക്ക് പറ്റില്ല, അങ്ങനെ ഞാൻ പറഞ്ഞാൽ എൻ്റെ രക്തം തിളയ്ക്കും, ഞാൻ പലതും പറഞ്ഞു പോവും എന്ന് പറയുന്നു. അപ്പോൾ അബി ഒന്ന് പരുങ്ങുന്നു. നവ്യ കൊച്ചിൻ്റെ അടുത്ത് പറയുന്നു, നീ വെറുതെ എൻ്റെ മോനെ പുറത്ത് മോനെ ചക്കര എന്നൊന്നും വിളിച്ച് വരരുത് എന്ന് പറയുന്നു, ദയവ് ചെയ്ത് വരരുത് എന്ന് പറയുന്നു. അപ്പോൾ നയന പറയുന്നു, അല്ലെങ്കിലും ചിലർ വളർത്തിയാൽ കൊച്ചുങ്ങൾ പാഴായി പോവും എന്ന് പറയുന്നു. അപ്പോൾ നവ്യ ചോദിക്കുന്നു, ആരാടി ഈ ചിലർ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അബി പറയുന്നു, ഏട്ടത്തിക്ക് 6 അക്ക ശമ്പളത്തിൽ ഏട്ടൻ കമ്പനിയിൽ ജോലി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ്റെ കള്ളത്തരങ്ങൾക്കെല്ലാം ഏട്ടത്തി കൂട്ടു നിൽക്കും എന്ന് പറയുന്നു. അപ്പോൾ ഏട്ടത്തി പറയുന്നു, എനിക്കങ്ങനെ ആരുടെയും കള്ളത്തരത്തിന് കൂട്ടു നിൽക്കേണ്ട കാര്യമില്ല എന്ന് നയന പറയുന്നു. അപ്പോൾ നവ്യ ചോദിക്കുന്നു, നീ പിന്നെ ഈ ചെയ്യുന്നത് എന്താടി എന്ന് ചോദിക്കുന്നു. അപ്പോൾ നയന പറയുന്നു, അതിനൊന്നും മറുപടി ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നു. അബി പെട്ടെന്ന് ഇടപെട്ടിട്ട്, നീ എന്തിനാ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത്, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു പോകുന്നു. അപ്പോൾ നയന മോളെടുത്ത് പറയുന്നു, മോളെ നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട, ആ പോയവരുടെയൊക്കെ സ്വഭാവം നോക്കറിയാലോ എന്ന് പറഞ്ഞ് മോളെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം കാണിക്കുന്ന സീനിൽ അനാമികയും അച്ഛനും എല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. അനാമികയുടെ അമ്മ പറയുന്നു, നീ എന്തായാലും വന്ന സ്ഥിതിക്ക് ആ ജാനകിയും കൂടെ കൂട്ടാമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, ഇനി ജാനകിയും കൂടി സംശയിച്ചു തുടങ്ങിയാൽ
അത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പണിയായി പോവും. 3 പേരും അങ്ങനെ ആലോചനയിൽ നിൽക്കുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.